സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്ത് പുതിയ 202 ഡോക്ടർമാരുടെ തസ്തികകൾ അനുവദിച്ചപ്പോൾ വലിയ വിവേചനവും അനീതിയുമാണ് മലപ്പുറം ജില്ലയോട് കാണിച്ചിട്ടുള്ളത്. 202 തസ്തികകൾ പുതിയതായി പ്രഖ്യാപിച്ചപ്പോൾ കേവലം 4 തസ്തിക മാത്രമാണ് മലപ്പുറം ജില്ലക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. മീഡിയ വൺ ചാനൽ ഈ വിഷയം ഗൗരവമായി വാർത്ത ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കാലാകാലങ്ങളായി ഇടതുപക്ഷ ഗവൺമെന്റും CPM നേതാക്കന്മാരും മലപ്പുറം ജില്ലയെ അവഗണിക്കുന്നതിന്റെ അവസാന ഉദാഹരണമാണ് ഈ തസ്തിക പ്രഖ്യാപിക്കുമ്പോൾ പൂർണ്ണമായി ജില്ലയെ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത്. തികഞ്ഞ വർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി മലപ്പുറം ജില്ലയെയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെയും വർഗീയ പരാമർശം നടത്തുമ്പോൾ, വർഗീയ ചാപ്പ കുത്തുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകുന്ന പണി മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഈ ഗവൺമെന്റും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. മാത്രമല്ല, തൊട്ടടുത്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഈ ജില്ലയിൽ ഇടതുപക്ഷത്തിന് CPM-ന് നേരിട്ടിട്ടുള്ളത്. 33 അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലുമില്ലാതെ 33-ൽ 33 സീറ്റും UDF നേടുകയുണ്ടായി. 90-ലധികം പഞ്ചായത്തുകളുള്ള ഈ ജില്ലക്കകത്ത് കേവലം 3 പഞ്ചായത്ത് മാത്രമാണ് LDF-ന് ഭരണ നേട്ടം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഭരണം നിലനിർത്തുവാനോ അല്ലെങ്കിൽ തിരിച്ചുപിടിക്കുവാനോ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രതികാര നടപടിയാണോ ഈ 202 ഡോക്ടർമാരുടെ പുതിയ തസ്തികകൾ അനുവദിക്കുമ്പോൾ ജില്ലയെ പൂർണ്ണമായി അവഗണിക്കാനുള്ള കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് സംശയിക്കുന്നു. മാത്രമല്ല, എല്ലാ കാലത്തും മലപ്പുറം ജില്ലയോട് വലിയ വിവേചനമാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ യുവജന സമരങ്ങൾ സംഘടിപ്പിക്കും. മലപ്പുറം ജില്ലയിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു തസ്തിക പോലും അനുവദിക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജനസംഖ്യ അനുപാതം എടുത്തു പരിശോധിച്ചാൽ കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. 50 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന ഈ ജില്ലയിലേക്ക് 202 പുതിയ ഡോക്ടർമാരുടെ തസ്തികകൾ പ്രഖ്യാപിക്കുമ്പോൾ 4 എണ്ണത്തിൽ മാത്രം ഒതുങ്ങുന്നത് പൂർണ്ണമായ മലപ്പുറം ജില്ലയോട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന വിവേചനം തുറന്നു കാണിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെതിരെ വലിയ ശബ്ദമുയർത്തുവാനും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.